നമസ്കാരം. എമ്പുരാന് ശേഷം മലയാളത്തിൻ്റെ മോഹൻലാലും ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക എന്നീ സിനിമകൾക്ക് ശേഷം തരുൺ മൂർത്തിയും യുവസംവിധായകനായ തരുൺ മൂർത്തിയും ഒന്നിച്ച തുടരും എന്ന സിനിമ രജപുത്ര പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ മിസ്റ്റർ രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന സിനിമ ഇന്നലെ റിലീസായി. അത് കാണുകയുണ്ടായി. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നെത്തിയിരിക്കുന്നത്. തുടരും എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ടല്ലേ. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതിൻ്റെ ആ ഒരു എൻ ക്രെഡിറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തരുൺ മൂർത്തി ഉദ്ദേശിച്ചിരിക്കുന്ന മോഹൻലാൽ എന്ന സൂപ്പർ താരം, മോഹൻലാൽ എന്ന ആ പെർഫോമറുടെ തിരിച്ചുവരവും അതിനെ തുടർന്ന് ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജൈത്രയാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നതാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തരുൺ മൂർത്തി പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ മികച്ച ഒരു ചലച്ചിത്രാനുഭവം തന്നെയായിരുന്നു. ആദ്യമേ തന്നെ മിസ്റ്റർ തരുൺ മൂർത്തിയെക്കുറിച്ച് പറയാം. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ യുവ സംവിധായകരിൽ ഏറ്റവും ബുദ്ധിമാനായ ഒരു സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ തുടരും സിനിമയുടെ പ്രമോഷൻ വേളകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പാലിച്ചിരുന്നൊരു മിതത്വമുണ്ട്. അതായത് ഇതൊരു വലിയ സംഭവമാണ്, ഇതൊരു വലിയ സിനിമയാണ് എന്നൊന്നും ചുമ്മാ അങ്ങ് തള്ളിമറിക്കാതെ ഒരു സാധാരണ സിനിമ, അതായത് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ജോഡികളാണ് മോഹൻലാലും ശോഭനയും, ആ ഇഷ്ട ജോഡികളെ പുള്ളിയുടേതായ ഒരു വ്യൂവിൽ അവതരിപ്പിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിലല്ല അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കഥയിലേക്ക് കടക്കുമ്പോൾ അതിലുണ്ടാകുന്ന എലവേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ, ഇതൊക്കെ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അവനിൽ അതൊരു വലിയ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് സൃഷ്ടിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും ഒരു മോഹൻലാൽ ഫാൻ ബോയ് എന്ന നിലയിലും എനിക്ക് തോന്നിയത്. പിന്നെ ലാലേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയുക, ഇപ്പം ചെറുപ്പം തൊട്ടേ നമ്മൾ കണ്ട് മറന്ന ഒരു ലാലേട്ടനുണ്ട്. ഇവിടെ എല്ലാവരും പറഞ്ഞു ലാലേട്ടൻ്റെ തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിരിച്ചുവരവെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം നമ്മൾ മിസ്സ് ചെയ്തൊരു ലാലേട്ടനുണ്ട്. അതായത് നമ്മളെ ത്രസിപ്പിക്കുന്ന ആക്ഷൻ സീനുകളിലൂടെ, അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിച്ച നർമ്മമുഹൂർത്തങ്ങളിലൂടെ, നമ്മളെ കരയിപ്പിച്ച ഇമോഷണൽ രംഗങ്ങളിലൂടെ, അങ്ങനെയൊക്കെ നമ്മൾ വിട്ടുപോയ, ഇടക്കാലത്ത് എവിടെയോ മിസ്സായിപ്പോയ ഒരു ലാലേട്ടനെയാണ് ഇന്നലെ തിരിച്ചു കിട്ടിയെന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ആദ്യം മുതൽ ഒരു ഇൻ്റർവെൽ എത്തുന്നതിന് മുമ്പ് ഒരു സാധാരണ ഫാമിലി ഡ്രാമ പോലെ പോയിട്ട് അതിനുശേഷം ഒരു ത്രില്ലർ മൂഡിലേക്ക് കടക്കുകയും അവിടെ നിന്ന് പിന്നീട് ബാക്കി ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ടു തന്നെ അത് വിലയിരുത്തുക. തീർച്ചയായിട്ടും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ടും. എല്ലാവരും നല്ല ബെസ്റ്റ് ക്വാളിറ്റി സൗണ്ടുള്ള, ബെസ്റ്റ് ക്വാളിറ്റി സ്ക്രീൻ ഉള്ള തിയേറ്റർ തന്നെ സെലക്ട് ചെയ്ത് ഈ സിനിമ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെയും എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, അതിൽ രണ്ട് ക്യാരക്ടേഴ്സ്. ഒന്ന് പ്രകാശ് വർമ്മ എന്ന, മലയാളത്തിന് പൊതുവെ ഒരു പുതുമുഖമായിരിക്കാം അദ്ദേഹം. ഇപ്പോൾ ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക് പൊതുവെ അദ്ദേഹത്തെ അറിയാം. വളരെ അത്ഭുതാവഹമായ ഒരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ കുതിരവട്ടം പപ്പു ചേട്ടൻ്റെ മകൻ ബിനു പപ്പു, അദ്ദേഹവും വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക്, അതും വളരെ നിലവാരം പുലർത്തി. ചില സീൻസ് ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചു. പിന്നെ ഷാജി കുമാറിൻ്റെ സിനിമാറ്റോഗ്രാഫി, എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫറാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഈ തുടരും സിനിമയുടെ സക്സസ്സിലൂടെ അദ്ദേഹം കൂടുതൽ സംവിധായകർ അദ്ദേഹത്തെ ചൂസ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, സ്റ്റണ്ട് ചെയ്തത് സ്റ്റണ്ട് സിൽവ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹമാണ് എമ്പുരാൻ്റെയും സ്റ്റണ്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് എമ്പുരാൻ്റെ ഒരു സംഘടന രംഗങ്ങളുടെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങളൊക്കെ കേട്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണം തുടരും സിനിമയിൽ വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം സ്റ്റണ്ട് കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. വളരെ മികച്ച ഒരു ചലച്ചിത്രാനുഭവമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം, കണ്ട് വിലയിരുത്തണം, അഭിപ്രായം അറിയിക്കണം. ഓക്കെ, താങ്ക് യു.